दिल के जो बातें जो दिल के है, दिल है में रखना पिया, लब तो न खोलूं मैं, खोलूं ना लब तो पर, आंखों से सब कह दिया, पियू बोले पिया बोले, क्या है डोले जानू ना. ചലാനമിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണത്തിന്റെ വിശേഷമായിട്ട് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചലാനങ്കാരി പ്ലേബാക്ക് സിംഗർ ജസ്സ വിനീതയാണ്. ചലാനമിടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഓക്കെ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. പ്ലേബാക്ക് സിംഗർ ആയിട്ട് ഇപ്പോ കാല് കുത്തിയിരിക്കുവല്ലേ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ശരിക്കും ഒരു സ്വപ്നമായിരുന്നു. നമ്മളിപ്പോ കലാമിന്റെ വാക്കുകളിലൂടെ ഒക്കെ പറയുന്ന പോലെ സ്വപ്നം കാണുക, സ്വപ്നം കണ്ടാലാണ് നമുക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ ഇതുവരെ അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടില്ലായിരുന്നു. ഇത് അവിചാരിതമായിട്ട് സംഭവിച്ച ഒരു സംഭവമാണ്. മാടസ്വാമി എന്നാണ് മൂവിന്റെ പേര്. അത് ഉടൻ തന്നെ ഈ മാസം നെക്സ്റ്റ് മന്ത് തന്നെ റിലീസ് ആവുകയാണ്. റിലീസ് ചെന്നൈയിലാണ്. ഒരു തമിഴ് ഹൊറർ മൂവിയാണ്. അതിലാണ് പാടിയിരിക്കുന്നത്. എങ്ങനെ ഈ ചാൻസ് കിട്ടി? എങ്ങനെയാ ചാൻസ് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കഥയാണ്. കാരണം ഒരു മുസ്ലിം ആൽബം പാടാൻ വേണ്ടിയിട്ട് നമ്മുടെ മാപ്പിളപ്പാട്ട് പാടാനായിട്ട് നമ്മുടെ പ്രമോദ് എന്ന് പറഞ്ഞിട്ട് സാരംഗ് സ്റ്റുഡിയോയില് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവരിങ്ങനെ വോയിസ് കേട്ട് ഇഷ്ടപ്പെട്ടു. അവരെങ്ങനെ എന്നെ ഒരു ആൽബത്തിന്റെ ഒരു ഹമ്മിങ് പാടാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ ഹമ്മിങ് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഇതിന്റെ ട്രാക്ക് പാടാൻ പറഞ്ഞു. ഈ തമിഴ് പാട്ടിന്റെ ട്രാക്ക് പാടാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ട്രാക്ക് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഡയറക്ടർ വന്ന് കേട്ടു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇതിലേക്ക് സെലക്ഷൻ കിട്ടിയത്. ഒരു ഷാനവാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം ഡയറക്ടർ ഉണ്ട്. പിന്നെ സായി സാബു എന്നാണ് ഈ സിനിമയുടെ ഡയറക്ടറുടെ പേര്. പിന്നെ പ്രമോദേട്ടനാണ് മ്യൂസിക് ഡയറക്ടർ. അപ്പൊ വിനീത, ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടിത്തരും. நான் இங்கு நீ அங்கு என் மனம் வேகுதே அன்பே, உயிரென்றுதானாலும் உயிரங்குதானே, என் உயிர் பிறந்து പോണാലും ആസை. അപ്പൊ ഒരുപാട് ആൽബം സോങ്സ് പാടിയിട്ടുണ്ട്. ഏകദേശം എത്ര പാടിയിട്ടുണ്ടാവും? നമ്മളിപ്പോ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് ഡിവോഷണൽ സോങ്സിലാണ്. കാരണം നമ്മുടെ തുടക്കം പള്ളിയിൽ നിന്നാണല്ലോ. അപ്പൊ തെക്കേ ചെല്ലാനം സെന്റ് ജോർജ് ചർച്ചിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. അതിൽ കൊയറിൽ പാടിയാണ്, ഇപ്പോഴും പാടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോ കുറെ പാടിയിരിക്കുന്നത് ഡിവോഷണൽ ആൽബംസ് തന്നെയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ആൽബം, അതായത് ഡിവോഷണലിൽ നിന്ന് വ്യത്യാസമായിട്ട് പാടിയത് ചിറ്റൂർ ഗോപിയുടെ രചനയില് ശ്രീ ഉമ്മൻചാണ്ടി സാറ് മരിച്ചതിന് ശേഷം ഒരു കവിത പാടുകയുണ്ടായി. പ്രമോദ് സാരംഗാണ് അത് സംഗീതം ചെയ്തത്. അപ്പൊ അതിന്റെ വോയിസ് എന്റെയാണ്. അതാണിപ്പോ പാടിയത്. പിന്നെ സെപ്റ്റംബർ 7-ാം തീയതി മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് മമ്മൂക്കയുടെ ഫാൻസ് അസോസിയേഷൻകാർ ഇറക്കിയ ഒരു പാട്ട് ഞാനും എന്റെ മോളും പിന്നെ വേറൊരാളും കൂടി പാടിയിട്ടുണ്ട്. ആളുടെ പേര് ഞാൻ അത് കുഞ്ഞിനെ പോലെ മനസ്സുള്ള പാവമാ കുഞ്ഞൂഞ്ഞിനെ ആർക്കും ഇഷ്ടം, കുഞ്ഞിനെ പോലെ മനസ്സുള്ള പാവമാ കുഞ്ഞൂഞ്ഞിനെ ആർക്കും ഇഷ്ടം, ഉണ്ണാതുറങ്ങാതെ ജനസേവനം ചെയ്ത നല്ലൊരു മനുഷ്യനെ ഇഷ്ടം. അത് കവിത ആയതുകൊണ്ട് അതൊരു കണ്ടിന്യൂറ്റി ആണ്, ഫുൾ സ്റ്റോപ്പ് ഇല്ല. അത് പാടിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കംപ്ലീറ്റ് ലൈനും പാടേണ്ടി വരും. ഒരു മാപ്പിളപ്പാട്ട്. ഞങ്ങൾക്കൊരു മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആകെ ഒരു മാപ്പിളപ്പാട്ട് പാടിയിട്ടുള്ളത് ഷജീർ സൈനുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അതിന്റെ രചന. പ്രമോദ് സാരംഗ് തന്നെയാണ് സംവിധാനം. ശരി, ആ പാട്ടാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു വഴിത്തിരിവായത്. ഞാനിപ്പോ സിനിമയിലേക്ക് പാടാനായിട്ട് എനിക്ക് ഒരു ചാൻസ് കിട്ടിയത് ഈ ഒരു മാപ്പിളപ്പാട്ടിൽ നിന്നാണ്. അത് ശരിക്കും അതിലേക്ക് എന്നെ വിളിക്കുന്നത് പ്രീത എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ അതിങ്ങനെയാണ്. തസ്ബീഹിൻ മന്ത്രം മൂളും കുഞ്ഞിളം കാറ്റേ, പുണ്യമദീനയിൽ നീ പോയിടുമോ, തസ്ബീഹിൻ മന്ത്രം മൂളും കുഞ്ഞിളം കാറ്റേ, പുണ്യമദീനയിൽ നീ പോയിടുമോ, മുത്തുറസൂലിൻ റൗളയിൽ ചെന്ന് നീ ഓതുമോ,
റസൂലിൻ റൗളയിൽ ചെന്ന് നീയോതുമോ, മുത്തിനോടെന്റെ സലാം ചൊല്ലിടുമോ, മുത്തിനോടെന്റെ സലാം ചൊല്ലിടുമോ. അങ്ങനെയാണ്. വിനീത ഒരുപാട് ആൽബംസിൽ പാടിയിട്ടില്ലേ? അപ്പോ പേഴ്സണലി വിനീതക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ഇപ്പൊ പള്ളിയിലെ നമ്മൾ പള്ളിയിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. ഇപ്പം സിനിമയിലേക്ക് വന്നുവെങ്കിലും ഞാൻ 8ാം ക്ലാസ് മുതൽ പള്ളിയിലെ തെക്കേ ചെല്ലാനം സെന്റ് ജോർജ് ചർച്ചിലെ കൊയറിൽ പാടിയാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിക്ക് ശേഷം കോട്ടയത്തുള്ള ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ധ്യാന കേന്ദ്രത്തിൽ 2 വർഷം അവിടെ ശുശ്രൂഷ പോലെ പാടിയിരുന്നു. അപ്പം അങ്ങനെ ഷാലോം ടി വിയിലൊക്കെ പാടിയിട്ടുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റിയാലിറ്റി ഷോ ഷാലോം ടി വിയിൽ ഹോളി ഹാബ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു, അതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് ഈ ഡിവോഷണൽ ആൽബംസിൽ പാടാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാനിരിക്കുന്ന ഒരു ആൽബം ഉണ്ട്, അത് ഗുഡ് ന്യൂസിന്റെ തന്നെയാണ്. പിന്നെ അവരുടെ തന്നെ ഒരു പാട്ടാണ് എനിക്ക് പാടിയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം തോന്നിയത്. അതിന്റെ ലിറിക്സ് ഒക്കെ ഒരു പ്രത്യേക തരം, കാരണം അത് ധ്യാനത്തിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്ന പാട്ടുകളാണ്. അപ്പൊ അത് എങ്ങനെയാണ്, മിഴികളുണ്ടെന്നാലും കാഴ്ചയില്ലല്ലോ, ചെവികളുണ്ടെന്നാലും കേൾവിയില്ലല്ലോ, അധരമുണ്ടെന്നാലും മൊഴികളില്ലല്ലോ. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട്. Thank you. കേക്ക് വിനിത, ഓണമൊക്കെ അല്ലേ? അടുത്ത ഒരു ഓണത്തിന്റെ പാട്ടായിക്കോട്ടെ. ഓണത്തിന്റെ പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു നൊസ്റ്റാൾജിക് ഒരു ഇതാണ്. അപ്പം പണ്ട് സ്കൂളിലൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 8ാം ക്ലാസ് മുതലാണ് ശരിക്കും ഞാൻ പാട്ട് തന്നെ പാടാൻ തുടങ്ങിയത്. അപ്പൊ ലളിതഗാന മത്സരമൊക്കെ ഉണ്ടാകുമായിരുന്നു. അപ്പൊ നമ്മള് ഓണത്തിൻ്റെതായിട്ട് എപ്പോഴും അന്നും ഇന്നും പാടുന്ന ഒരു പാട്ടാണ് ചിത്ര ചേച്ചി പാടിയത്, പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന എന്ന് പറഞ്ഞിട്ട് ഒരു ലളിതഗാനാണ്. പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, പാൽമഞ്ഞു കോടിയുടുത്തു ഞാൻ മുറ്റത്തെ പാരിജാത ചോട്ടിൽ നിന്നു, ഞാൻ നിന്റെ പദസ്വനം കാതോർത്തു നിന്നു, പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി. അടിപൊളി. താങ്ക് യു. കുറേ നാളെ ഈ പാട്ട് കേട്ടിട്ട്, ഇപ്പൊ ഓണത്തിന്റെ പാട്ട് റിമിക്സും വെസ്റ്റേൺ സ്റ്റൈലൊക്കെ ഇറങ്ങിയിട്ടിപ്പോ ഇത് കേൾക്കാതെ ഇല്ല. ഇപ്പൊ ഞാനിത് മറക്കൂല, കാരണം ലളിതഗാന മത്സരത്തില് വർഷങ്ങളായിട്ട് ഫസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നിരുന്ന ഒരു പാട്ടാണ്. അതുകൊണ്ട് എന്തെല്ലാം തലേന്ന് പോയാലും ഈ പാട്ട് ഞാൻ മറക്കില്ല. ഇനി വിനീതക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള ഫേവറേറ്റ് സോങ് ഒരെണ്ണം. എനിക്ക് ഞാനിപ്പോ ഹിന്ദി, മലയാളം, തമിഴൊക്കെ പാടാറുണ്ട്, എല്ലാം പരീക്ഷിക്കാറുണ്ട്. അപ്പൊ അതില് എനിക്ക് ഹിന്ദിയിലെ ഒരു സോങ് ആണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏകദേശം റീൽസ് ഒക്കെ ചെയ്ത് വൈറലായ പാട്ടാണ്. ഞാനും കുറെ ചെയ്തിട്ടുണ്ട്. അപ്പോ അത് പരിണീത എന്ന ഫിലിമിലെ ഹിന്ദി സോങ്. പിയു ബോലേ പിയാ ബോലേ ക്യാ ഹേ ഡോലേ ജാനു നാ, ജിയാ ഡോലേ ഹോലേ ഹോലേ क्यों है डोले जानो ना, दिल के जो बातें जो दिल के है, दिल है में रखना पिया, लब तो न खोलूं मैं, खोलूं ना लफ्तों पर, आंखों से सब कह दिया, पियू बोले पिया बोले क्या है डोले जानो ना, जिया डोले ഹോലേ ഹോലേ ക്യൂ ഹേ ഡോലേ ജാനു നാ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സോങ് ആണ്. ചെയ്തിട്ടുണ്ട് ഈ പാട്ട്. എല്ലാരും റീൽസ് ചെയ്യുന്ന പാട്ടത്. ഓക്കെ, അപ്പോ ഇത്രയും നേരം ടൈം ഇല്ല, ഞങ്ങൾക്കറിയാം. നല്ല കുറച്ച് സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഓക്കെ, അതുകൂടെ
ഹാപ്പി ഓണം. താങ്ക് യു. അപ്പോ എല്ലാ ആശംസകളും നേരുന്നു. വലിയൊരു പ്ലേ ബാക്ക് സിംഗർ ആവട്ടെ. ഇതിലും വലിയ ഇന്റർവ്യൂ എടുക്കാൻ ഞാൻ തന്നെ വരട്ടെ എന്ന് പറയുന്നു. ഓക്കെ. അപ്പോ ചെല്ലാൻ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഓണാശംസകൾ നേരുന്നു. എല്ലാവരും തിരക്കില്ലാന്നറിയാം. അപ്പോൾ കുറച്ചു നേരെങ്കിലും ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുക. ഇനിയും ഓണത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഇനിയും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ സൈനിങ് ഓഫ് ടെൻസി ഫ്രം ചെല്ലാനം മീഡിയ.